പ്രഭാഷകന്റെ പുസ്തകം അധ്യായം 47. സാമൂവേലിനു ശേഷം ഏത് പ്രവാചകനാണ് ദാവീദിന്റെ നാളുകളിൽ പ്രവചനം നടത്തിയത്? നാഥാൻ. എന്തുപോലെയാണ് ഇസ്രായേൽ ജനത്തിൽ നിന്ന് ദാവീദ് തെരഞ്ഞെടുക്കപ്പെട്ടത്? സമാധാന ബലിയിൽ വിശിഷ്ട കൊഴുപ്പെന്ന പോലെ. ദാവീദ് എന്തിനോടുകൂടെ എന്ന പോലെയാണ് സിംഹങ്ങളുമായി കളിയാടിയത്? കോലാട്ടിൻ കുട്ടികളോട് കൂടെ എന്ന പോലെ. എന്തിനോടാണ് ദാവീദ് ചെമ്മരിയാട്ടിൻ കുട്ടികളോട് കൂടെ എന്ന പോലെ കളിയാടിയത്? കരടികളോട്. ദാവീദ് യൗവനത്തിൽ കവിണയിൽ കല്ലു ചേർത്ത് കരമുയർത്തി ആരുടെ അഹങ്കാരമാണ് തകർത്തത്? ഗോലിയാത്തിന്റെ. ദാവീദ് ഗോലിയാത്തിനെ കൊന്ന് ആരുടെ അപമാനമാണ് നീക്കിയത്? ജനത്തിന്റെ അപമാനം. പ്രഭാഷകൻ 47:5 പ്രകാരം എന്തിനു വേണ്ടിയാണ് അത്യുന്നതനായ കർത്താവ് ദാവീദിന്റെ വലതുകരം ശക്തമാക്കിയത്? തന്റെ ജനത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, ഒരു യുദ്ധവീരനെ കൊല്ലുന്നതിന്. എപ്രകാരമാണ് ജനം ദാവീദിനെ മഹത്വത്തിന്റെ കിരീടം അണിയിച്ചത്? 10,000ങ്ങളുടെ മേൽ വിജയം വരിച്ചവൻ എന്ന് ആർത്തു വിളിച്ചുകൊണ്ട്. എന്തിനെ പ്രതിയാണ് ജനം ദാവീദിനെ സ്തുതിച്ചത്? കർത്താവിന്റെ അനുഗ്രഹങ്ങളെ പ്രതി. ദാവീദ് തുടച്ചു മാറ്റിയത് ആരെ? ചുറ്റുമുള്ള ശത്രുക്കളെ. ദാവീദ് നശിപ്പിച്ചത് ആരെ? എതിരാളികളായ ഫിലിസ്ത്യരെ. ദാവീദ് പരിശുദ്ധനായ ദൈവത്തിന് കൃതജ്ഞതയർപ്പിച്ചത് എങ്ങനെ? തന്റെ എല്ലാ പ്രവൃത്തികളിലും അവൻ അത്യുന്നതന്റെ മഹത്വം പ്രകീർത്തിച്ച്. ആരാണ് പൂർണ്ണ ഹൃദയത്തോടെ സ്രഷ്ടാവിനെ സ്നേഹിക്കുകയും അവിടത്തേക്ക് സ്തുതി പാടുകയും ചെയ്തത്? ദാവീദ്. ബലിപീഠത്തിന് മുമ്പിൽ മധുരമായ ഗാനം ആലപിക്കുവാൻ ദാവീദ് നിയോഗിച്ചത് ആരെ? ഗായക സംഘത്തെ. ആരാണ് ഉത്സവങ്ങൾക്ക് മനോഹാരിത പകരുകയും അവയുടെ കാലം നിശ്ചയിക്കുകയും ചെയ്തത്? ദാവീദ്. ഗായക സംഘം ദൈവത്തിന്റെ വിശുദ്ധ നാമത്തെ സ്തുതിച്ചപ്പോൾ അവരുടെ സ്തുതിഗീതങ്ങളാൽ ഉദയത്തിന് മുമ്പ് തന്നെ മുഖരിതമായത് എന്ത്? വിശുദ്ധ സ്ഥലം. ദാവീദിന്റെ പാപം നീക്കിക്കളയുകയും അവന്റെ അധികാരം എന്നേക്കും ഉറപ്പിക്കുകയും ചെയ്തത് ആര്? കർത്താവ്. കർത്താവ് ദാവീദിന് ഉടമ്പടി വഴി നൽകിയത് എന്ത്? രാജ്യത്വവും ഇസ്രായേലിന്റെ മഹത്വത്തിന്റെ സിംഹാസനവും. ബുദ്ധിമാനായ ഒരു പുത്രൻ അവന് പിൻഗാമിയായി. അവൻ നിമിത്തം പുത്രന്റെ ജീവിതം സുരക്ഷിതമായി. അവനാര്? പുത്രനാര്? ദാവീദ്. സോളമൻ. ആരുടെ ഭരണകാലം സമാധാനപൂർണമായിരുന്നുവെന്നാണ് പ്രഭാഷകൻ എഴുതുന്നത്? സോളമന്റെ ഭരണകാലം. പൂരിപ്പിക്കുക. ഡാഷ് അവന് എല്ലായിടത്തും സമാധാനം നൽകി. അവിടുത്തെ നാമത്തിൽ അവനൊരു ആലയം നിർമ്മിച്ചു. എന്നും നിലനിൽക്കുന്ന ഒരു ഡാഷ് ഒരുക്കി. ദൈവം. വിശുദ്ധ സ്ഥലം. ആരുടെ വിജ്ഞാനമാണ് നദി പോലെ കവിഞ്ഞൊഴുകിയത്? സോളമന്റെ വിജ്ഞാനം. സോളമൻ തന്റെ ജ്ഞാനത്തെ എന്തെല്ലാം കൊണ്ട് നിറച്ചു? ഉപമകളും സുക്തങ്ങളും കൊണ്ട്. സോളമന്റെ ജ്ഞാനം എവിടെയെല്ലാം വ്യാപിച്ചു? ലോകമാസകലം. സോളമന്റെ പ്രശസ്തി എത്തിയത് എവിടെ? വിദൂര ദ്വീപുകളിൽ. സോളമൻ പ്രിയങ്കരനായത് എങ്ങനെ? സമാധാനപൂർണമായ ഭരണനിമിത്തം. ജനതകളെ വിസ്മയാധീനരാക്കിയത് എന്ത്? സോളമന്റെ കീർത്തനങ്ങളും സുഭാഷിതങ്ങളും ഉപമകളും പ്രത്യുത്തരങ്ങളും. ആരുടെ നാമത്തിലാണ് സോളമൻ തകരം പോലെ സ്വർണവും ഈയം പോലെ വെള്ളിയും ശേഖരിച്ചത്? ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ. സോളമൻ ആർക്കാണ് അധീനനായത്? സ്ത്രീകൾക്ക്. സോളമനെ കീഴ്പ്പെടുത്തിയത് എന്ത്? അഭിലാഷങ്ങൾ. സോളമന്റെ സത്കീർത്തിക്ക് കളങ്കം വരുത്തിയത് ആര്? അവൻ തന്നെ. സോളമൻ മലിനമാക്കിയത് എന്ത്? സന്തതി പരമ്പരയെ. സോളമന്റെ സന്തതി പരമ്പരയ്ക്ക് ദുഃഖകാരണമായത് എന്ത്? സോളമന്റെ ഭോഷത്വം. സോളമന്റെ രാജ്യം വിഭജിക്കപ്പെട്ടപ്പോൾ ഉദ്ധതമായ ഒരു രാജ്യം ഉയർന്നു വന്നത് എവിടെ നിന്ന്? എഫ്രൈമിൽ നിന്ന്. പൂരിപ്പിക്കുക. കർത്താവ് ഒരിക്കലും ഡാഷ് വെടിയുകയോ തന്റെ സൃഷ്ടികൾ ഡാഷ് ഇടവരുത്തുകയോ ഇല്ല, കാരുണ്യം നശിക്കാൻ. പൂരിപ്പിക്കുക. അവിടുന്ന് താൻ ഡാഷ് പിൻഗാമികളെ തുടച്ചു മാറ്റുകയോ തന്നെ ഡാഷ് സന്തതി പരമ്പരകളെ നശിപ്പിക്കുകയോ ഇല്ല, തിരഞ്ഞെടുത്തവന്റെ സ്നേഹിക്കുന്നവന്റെ. കർത്താവ് അവശേഷിപ്പിച്ചത് ആരെയെല്ലാം? യാക്കോബിന് ഒരു ഗണത്തെയും ദാവീദിന്റെ വംശത്തിൽ ഒരു സന്തതിയെയും. വിഡ്ഢിത്തത്തിൽ ഒന്നാമനും വിവേകത്തിൽ ഒടുവിലത്തവനും എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ? സോളമന്റെ പുത്രൻ റഹോബോവാമിനെ. ആരുടെ ഭരണമാണ് ജനതകളുടെ കലാപത്തിന് കാരണമായത്? റഹോബോവാമിന്റെ ഭരണം. റഹോബോവാമിനെ പോലെ തന്നെ ഇസ്രായേലിനെ തിന്മയിലേക്ക് നയിച്ചത് ആര്? നെബാത്തിന്റെ പുത്രൻ ജെറോബോവാം. ജെറോബോവാം ആരെയാണ് പാപമാർഗത്തിൽ നടത്തിയത്? എഫ്രൈമിനെ. എപ്രകാരമാണ് ഇസ്രായേൽ പാപത്തിൽ മുഴുകിയത്? സ്വദേശത്തു നിന്നും ബഹിഷ്കരിക്കപ്പെടത്തക്ക വിധം. എപ്പോൾ വരെയാണ് ഇസ്രായേൽ എല്ലാ തിന്മകളിലും വിഹരിച്ചത്? തങ്ങളുടെ മേൽ പ്രതികാരം പതിക്കുന്നതുവരെ. പ്രഭാഷകൻ 47:1 സമാനമായ വിശുദ്ധഗ്രന്ഥ ഭാഗമേത്? 2 സാമുവേൽ 7:1-17 വരെ. പ്രഭാഷകൻ 47:23 സമാനമായ ബൈബിൾ ഭാഗമേത്? 1 രാജാക്കന്മാർ 12. പ്രഭാഷകന്റെ പുസ്തകം അധ്യായം 48. അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ട പ്രവാചകൻ ആര്? ഏലിയ. ഏതു പ്രവാചകന്റെ വാക്കുകളാണ് പന്തം പോലെ ജ്വലിച്ചത്? ഏലിയ പ്രവാചകന്റെ വാക്കുകൾ. ഇസ്രായേലിന്റെ മേൽ ക്ഷാമം വരുത്തിയ പ്രവാചകൻ ഏലിയ.
ഏതു പ്രവാചകന്റെ തീക്ഷ്ണതയിലാണ് ഇസ്രായേലിന്റെ എണ്ണം ചുരുങ്ങിയത്? ഏലിയ പ്രവാചകന്റെ തീക്ഷ്ണതയിൽ. ഏലിയ ആകാശവാതിലുകൾ അടച്ചത് എങ്ങനെ? കർത്താവിന്റെ വാക്കുകൊണ്ട്. ഏലിയ എത്ര പ്രാവശ്യം അഗ്നി ഇറക്കി? 3 പ്രാവശ്യം. ഏലിയ മരിച്ചവരുടെ ഇടയിൽ നിന്ന് പാതാളത്തിൽ നിന്ന് ജഡത്തെ ഉയിർപ്പിച്ചത് എങ്ങനെ? അത്യുന്നതന്റെ വാക്കുകൊണ്ട്. ഏലിയ നാശത്തിലേക്ക് നയിച്ചത് ആരെ? രാജാക്കന്മാരെ. ഏലിയ കിടക്കയിൽ നിന്ന് താഴെ ഇറക്കിയത് ആരെ? പ്രസിദ്ധന്മാരെ. ഏലിയ സീനായിൽ വെച്ച് ശ്രവിച്ചത് എന്ത്? ഭീഷണികൾ. എവിടെ വെച്ചാണ് ഏലിയ പ്രതികാരത്തിന്റെ വിധികൾ ശ്രവിച്ചത്? ഹൊറേബിൽ വെച്ച്. ശിക്ഷ നടത്താൻ ഏലിയ അഭിഷേകം ചെയ്തത് ആരെ? രാജാക്കന്മാരെ. എന്തിനു വേണ്ടിയാണ് ഏലിയ പ്രവാചകന്മാരെ അഭിഷേകം ചെയ്തത്? തന്നെ പിന്തുടരാൻ. ഏലിയ സംവഹിക്കപ്പെട്ടത് എങ്ങനെ? ആഗ്നേയ അശ്വങ്ങളെ ബന്ധിച്ച രഥത്തിൽ, അഗ്നിയുടെ ചുഴലിക്കാറ്റിൽ. പ്രഭാഷകൻ 48:11 പ്രകാരം ആരാണ് അനുഗ്രഹീതർ? ഏലിയായെ കണ്ടവരും അവന്റെ സ്നേഹത്തിന് പാത്രമായവരും. ചുഴലിക്കാറ്റ് വലയം ചെയ്തത് ആരെ? ഏലിയായെ. ആരിലാണ് ഏലിയായുടെ ചൈതന്യം നിറഞ്ഞത്? ഏലീഷായിൽ. ജീവിതകാലത്ത് അവൻ അധികാരികളുടെ മുൻപിൽ ഭയന്നു വിറച്ചില്ല. ആരും അവനെ കീഴടക്കിയില്ല. അവൻ ആര്? ഏലീഷ. ഒന്നും അവന് ദുസ്സാധ്യമായിരുന്നില്ല. മരിച്ചിട്ടും അവൻ പ്രവചിച്ചു. ഈ പരാമർശം ആരെക്കുറിച്ചാണ്? ഏലീഷായെക്കുറിച്ച്. ജീവിച്ചിരുന്നപ്പോഴെന്ന പോലെ മരണശേഷവും അത്ഭുതങ്ങൾ പ്രവർത്തിച്ച പ്രവാചകൻ ഏലീഷ. ജനത്തിൽ ഒരു ചെറിയ ഗണം ആരോടു കൂടെയാണ് അവശേഷിച്ചത്? ദാവീദിന്റെ ഭവനത്തിൽ നിന്നുള്ള അധികാരികളോടു കൂടെ. പൂരിപ്പിക്കുക. ചിലർ ദൈവത്തിന് പ്രീതികരമായി ജീവിച്ചു, മറ്റുള്ളവർ മുഴുകി പാപത്തിൽ. തന്റെ നഗരം മതിലുകെട്ടി ഉറപ്പിക്കുകയും നഗരത്തിൽ ജലം കൊണ്ടുവരികയും ചെയ്തത് ആര്? ഹെസക്കിയ. ഹെസക്കിയായുടെ നാളുകളിൽ രാജ്യം ആക്രമിച്ചത് ആര്? സെന്നാകെരീബ്. സെന്നാകെരീബ് അയച്ചത് ആരെ? റബ്ഷക്കയെ. സിയോനെതിരെ കരമുയർത്തുകയും അഹങ്കാര ജൽപ്പനം മുഴക്കുകയും ചെയ്തത് ആര്? റബ്ഷക്ക. സെന്നാകെരീബ് യൂദ ആക്രമിച്ചപ്പോൾ ജനം ആരെപ്പോലെയാണ് കഠിനവ്യത അനുഭവിച്ചത്? ഈറ്റുനോവെടുത്ത സ്ത്രീയെപ്പോലെ. സ്വർഗത്തിൽ നിന്ന് ജനത്തിന്റെ നിലവിളി തൽക്ഷണം ശ്രവിച്ച പരിശുദ്ധനായവൻ ആരു വഴിയാണ് അവരെ രക്ഷിച്ചത്? ഏശയ്യാ വഴി. അസീറിയക്കാരുടെ പാളയം തകർത്തത് ആര്? കർത്താവ്. അസീറിയക്കാരെ മായിച്ചു കളഞ്ഞത് ആര്? കർത്താവിന്റെ ദൂതൻ. പ്രഭാഷകൻ 48:22 ഏശയ്യാ പ്രവാചകനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ? ഉന്നതനും വിശ്വാസ്യമായ ദർശനത്തോടു കൂടിയവനും. ആരുടെ പ്രബോധനമനുസരിച്ചാണ് ഹെസക്കിയ തൻ്റെ പിതാവായ ദാവീദിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്നത്? ഏശയ്യാ പ്രവാചകന്റെ പ്രബോധനമനുസരിച്ച്. അവന്റെ കാലത്ത് സൂര്യൻ പുറകോട്ട് ചരിച്ചു. അവൻ വഴി രാജാവിന്റെ ആയുസ് ദീർഘിച്ചു. അവൻ ആര്? ഏശയ്യാ പ്രവാചകൻ. ആത്മാവിന്റെ ശക്തിയാൽ ഏശയ്യാ പ്രവാചകൻ ചെയ്തത് എന്ത്? അവൻ അവസാന നാളുകൾ ദർശിക്കുകയും സിയോനിൽ വിലപിച്ചുകൊണ്ടിരുന്നവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. ഏശയ്യാ പ്രവാചകൻ വെളിപ്പെടുത്തിയത് എന്ത്? കാലത്തിന്റെ സമാപ്തിയിൽ സംഭവിക്കാനിരുന്ന നിഗൂഢ കാര്യങ്ങൾ സംഭവിക്കുന്നതിനു മുൻപ് അവൻ വെളിപ്പെടുത്തി. പ്രഭാഷകൻ 48:1 സമാനമായ വിശുദ്ധ ഗ്രന്ഥ ഭാഗമേത്? 1 രാജാക്കന്മാർ 17:1. പ്രഭാഷകൻ 48:10 സമാനമായ ബൈബിൾ ഭാഗമേത്? മലാക്കി 4:5. പ്രഭാഷകൻ 48:12 സമാനമായ പഴയ നിയമ ഭാഗമേത്? 2 രാജാക്കന്മാർ 2:9-15. പ്രഭാഷകൻ 48:17 സമാനമായ വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങൾ ഏവ? 2 രാജാക്കന്മാർ 20:20, ഏശയ്യാ 22:11. പ്രഭാഷകൻ 48:18 സമാനമായ ബൈബിൾ ഭാഗമേത്? 2 രാജാക്കന്മാർ 18:13-19 വരെ. പ്രഭാഷകൻ 48:23 സമാനമായ വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങൾ ഏവ? 2 രാജാക്കന്മാർ 20:4-11,
ഏശയ്യ 38:4-8. പ്രഭാഷകന്റെ പുസ്തകം അധ്യായം 49. ജോസിയായുടെ സ്മരണ എന്തുപോലെയാണെന്നാണ് പ്രഭാഷകൻ പറയുന്നത്. വിദഗ്ധമായി ചേർത്തൊരുക്കിയ സുഗന്ധക്കൂട്ടുപോലെ പരിമളപൂരിതമാണ് ജോസിയായുടെ സ്മരണ. നാവിന് തേൻ പോലെയും വീഞ്ഞു സൽക്കാരത്തിൽ സംഗീതം പോലെയുമാണ് അത്. ഉത്തമ മാർഗത്തിൽ ചരിച്ച് ജനത്തെ മാനസാന്തരപ്പെടുത്തിയത് ആര്? ജോസിയ. പാപത്തിന്റെ മ്ലേച്ഛത നീക്കിക്കളഞ്ഞത് ആര്? ജോസിയ. ദുഷ്ടരുടെ നാളുകളിൽ ജോസിയ ബലപ്പെടുത്തിയത് എന്ത്? ദൈവഭക്തി. അവൻ ഹൃദയം കർത്താവിൽ ഉറപ്പിച്ചു. ഏത് രാജാവിനെക്കുറിച്ചാണ് ഈ പരാമർശം? ജോസിയായെക്കുറിച്ച്. ആരൊഴികെ എല്ലാവരും പാപത്തിൽ മുഴുകിയെന്നാണ് പ്രഭാഷകൻ രേഖപ്പെടുത്തുന്നത്. ദാവീദ്, ഹെസക്കിയ, ജോസിയ എന്നിവരൊഴികെ. യൂദാ രാജവംശം അസ്തമിച്ചതിന് കാരണമായി പ്രഭാഷകൻ പറയുന്നത് എന്ത്? ദാവീദ്, ഹെസക്കിയ, ജോസിയ എന്നിവരൊഴികെ എല്ലാവരും പാപത്തിൽ മുഴുകി. അത്യുന്നതന്റെ നിയമം അവർ നിരസിച്ചു. യൂദാ രാജവംശം മറ്റുള്ളവർക്ക് അടിയറ വെച്ചത് എന്ത്? അധികാരം. യൂദാ രാജവംശം തങ്ങളുടെ മഹത്വം അടിയറ വെച്ചത് ആർക്ക്? അന്യജനതയ്ക്ക്. എന്തിനു വേണ്ടിയാണ് അമ്മയുടെ ഉദരത്തിൽ വെച്ചു തന്നെ ജെറേമിയ പ്രവാചകൻ തിരഞ്ഞെടുക്കപ്പെട്ടത്? പിഴുതെടുക്കാനും പീഡിപ്പിക്കാനും നശിപ്പിക്കാനും പണിതുയർത്താനും നട്ടുവളർത്താനും വേണ്ടി. കെരൂബുകളുടെ രഥത്തിനു മുകളിൽ ദൈവം വെളിപ്പെടുത്തിയ മഹത്വം ദർശിച്ച പ്രവാചകനാര്? എസക്കിയേൽ. ദൈവം ശത്രുക്കളുടെ മേൽ അയച്ചത് എന്ത്? കൊടുങ്കാറ്റ്. ആർക്കാണ് ദൈവം നന്മ ചെയ്തത്? നീതിയുടെ മാർഗത്തിൽ ചരിച്ചവർക്ക്. ആരുടെ അസ്ഥികൾ കുടീരങ്ങളിൽ നിന്ന് പുനർജീവിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ എഴുതുന്നത്? 12 പ്രവാചകന്മാരുടെ അസ്ഥികൾ. 12 പ്രവാചകന്മാർ എന്താണ് ചെയ്തത്? യാക്കോബിന്റെ ജനത്തെ ആശ്വസിപ്പിക്കുകയും ഉറച്ച പ്രത്യാശ നൽകി രക്ഷിക്കുകയും ചെയ്തു. വലത്തു കൈയിലെ മുദ്രമോതിരം പോലെയായിരുന്നു അവൻ. ആരെക്കുറിച്ചാണ് പ്രഭാഷകൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്? സെറുബാബേലിനെ കുറിച്ച്. പൂരിപ്പിക്കുക. സെറുബാബേലിന്റെ മഹത്വം എങ്ങനെ വർണ്ണിക്കും? ഡാഷ് പോലെയായിരുന്നു അവൻ. യഹോസദാക്കിന്റെ പുത്രനായ യെശുവയും അങ്ങനെ തന്നെ. വലത്തു കൈയിലെ മുദ്രമോതിരം. യെശുവ ആരുടെ പുത്രനായിരുന്നു? യഹോസദാക്കിന്റെ പുത്രൻ. അവർ തങ്ങളുടെ നാളുകളിൽ ആലയം പണിതു. കർത്താവിന്റെ നിത്യമഹത്വത്തിനു വേണ്ടി വിശുദ്ധ മന്ദിരം പണിതുയർത്തി. അവർ ആര്? സെറുബാബേലും യെശുവയും. ആർക്കു തുല്യനായി ആരും ഭൂമുഖത്തുണ്ടായിട്ടില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഹെനോക്കിന് തുല്യനായി. ഭൂമിയിൽ നിന്ന് സംവഹിക്കപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? ഹെനോക്കിനെ കുറിച്ച്. പൂരിപ്പിക്കുക. ഡാഷ് ആരും ജനിച്ചിട്ടില്ല. അവന്റെ അസ്ഥികൾ സൂക്ഷിക്കപ്പെടുന്നു. ജോസഫിനെ പോലെ. പൂരിപ്പിക്കുക. ഡാഷ് ബഹുമാന്യതരാണ്. സൃഷ്ടികൾക്കെല്ലാം ഉപരിയായി ഡാഷ്. ഷേമും സേത്തും ആദവും. പ്രഭാഷകൻ 49:1 സമാനമായ ബൈബിൾ ഭാഗമേത്? 2 രാജാക്കന്മാർ 22:1-23 വരെയുള്ള വാക്യങ്ങൾ. പ്രഭാഷകൻ 49:7 സമാനമായ വിശുദ്ധ ഗ്രന്ഥഭാഗമേത്? ജെറേമിയ 1:5. പ്രഭാഷകൻ 49:8 സമാനമായ പഴയ നിയമഭാഗമേത്? എസക്കിയേൽ 1:4-28 വരെയുള്ള വാക്യങ്ങൾ. പ്രഭാഷകൻ 49:11 സമാനമായ ബൈബിൾ ഭാഗമേത്? ഹഗ്ഗായി 2:23. പ്രഭാഷകൻ 49:12 സമാനമായ ബൈബിൾ ഭാഗമേത്? എസ്ര 3-ാം 2-6 വരെയുള്ള വാക്യങ്ങൾ. പ്രഭാഷകൻ 49:13 സമാനമായ ബൈബിൾ ഭാഗങ്ങൾ ഏവ? നെഹേമിയ 2:17, നെഹേമിയ 7:1. പ്രഭാഷകൻ 49:14 സമാനമായ പഴയ നിയമഭാഗമേത്? ഉൽപ്പത്തി 5:24. പ്രഭാഷകൻ 49:14 സമാനമായ ലേഖനഭാഗമേത്? ഹെബ്രായർ 11:5. പ്രഭാഷകൻ 49:15 സമാനമായ ബൈബിൾ ഭാഗങ്ങൾ ഏവ?
ഉൽപ്പത്തി 42:47, 50:18-21. പ്രഭാഷകൻ 49:16 സമാനമായ വിശുദ്ധ ഗ്രന്ഥഭാഗങ്ങൾ ഏവ? ഉൽപ്പത്തി 1:26, ഉൽപ്പത്തി 5:3. പ്രഭാഷകന്റെ പുസ്തകം അധ്യായം 50. ആരാണ് സഹോദരന്മാർക്ക് നേതാവും ജനത്തിന് അഭിമാനവും ആയിരുന്നത്? ഓനിയാസിന്റെ പുത്രനും പ്രധാന പുരോഹിതനുമായ ശിമയോൻ. ദേവാലയം പുതുക്കി പണിയുകയും കോട്ട കെട്ടി സുരക്ഷിതമാക്കുകയും ചെയ്തത് ആര്? ഓനിയാസിന്റെ പുത്രനും പ്രധാന പുരോഹിതനുമായ ശിമയോൻ. ശിമയോൻ അടിസ്ഥാനമിട്ടത് എന്തിന്? ദേവാലയത്തെ സംരക്ഷിക്കുന്ന ഉയർന്ന ഇരട്ട മതിലിന്. ആരുടെ കാലത്താണ് സമുദ്രം പോലെ വിശാലമായ ഒരു ജലസംഭരണി കുഴിച്ചത്? ഓനിയാസിന്റെ പുത്രനും പ്രധാന പുരോഹിതനുമായ ശിമയോന്റെ കാലത്ത്. ആക്രമണം ചെറുക്കാൻ ശിമയോൻ ചെയ്തത് എന്ത്? നഗരത്തിന് കോട്ട കെട്ടി. എപ്പോൾ ശിമയോൻ എത്ര മഹത്വപൂർണനാണെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ശ്രീകോവിലിന് പുറത്തു വരുന്ന അവനെ ജനം പൊതിയുമ്പോൾ. എങ്ങനെയാണ് ശിമയോൻ വിശുദ്ധ കൂടാരത്തിന്റെ അങ്കണത്തെ മഹത്വപൂർണമാക്കിയത്? അവൻ മഹിമയേറിയ സ്ഥാനവസ്ത്രമണിഞ്ഞ് സർവാലങ്കാരഭൂഷിതനായി വിശുദ്ധ ബലിപീഠത്തെ സമീപിച്ച്. ശിമയോൻ ആരുടെ കയ്യിൽ നിന്നാണ് ഓഹരികൾ സ്വീകരിച്ചത്? പുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന്. ശിമയോൻ പുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് ഓഹരികൾ സ്വീകരിച്ചത് എവിടെ നിന്നുകൊണ്ടാണ്? ബലിപീഠത്തിലെ അഗ്നിക്കരികെ നിന്ന്. പൂമാല പോലെ ശിമയോനെ ചുറ്റി നിന്നതാര്? സഹോദരന്മാർ. സഹോദരന്മാരുടെ മധ്യേ ശിമയോൻ എപ്രകാരമാണ് ശോഭിച്ചത്? ഈന്തപ്പനകളാൽ വലയിതമായ ലെബനോനിലെ ഇളം ദേവദാരു പോലെ. തങ്ങളുടെ സർവ്വവിഭൂഷകളോടും കൂടെ കർത്താവിനുള്ള കാഴ്ചകൾ കരങ്ങളിലേന്തി ഇസ്രായേൽ സമൂഹത്തിന്റെ മുൻപിൽ നിന്നത് ആര്? അഹറോന്റെ പുത്രന്മാർ. ആരാണ് പാനപാത്രത്തിൽ മുന്തിരിച്ചാറെടുത്ത് ബലിപീഠത്തിന് ചുവട്ടിൽ ഒഴുക്കിയത്? ശിമയോൻ. എന്തു ചെയ്തതിന് ശേഷമാണ് ശിമയോൻ പാനപാത്രത്തിൽ മുന്തിരിച്ചാറെടുത്ത് ബലിപീഠത്തിന് ചുവട്ടിൽ ഒഴുക്കിയത്? ബലിപീഠത്തിലെ ശുശ്രൂഷകൾ പൂർത്തിയാക്കി അത്യുന്നതനായ സർവശക്തന് കാഴ്ചകൾ ഒരുക്കിയതിനു ശേഷം. ശിമയോൻ പാനപാത്രത്തിൽ മുന്തിരിച്ചാറെടുത്ത് ബലിപീഠത്തിന് ചുവട്ടിൽ ഒഴുക്കിയത് എന്തൊക്കെയായിട്ടാണ്? നൈവേദ്യവും സർവാധിരാജനായ അത്യുന്നതന് പ്രീതികരമായ പരിമളവുമായി. അഹറോന്റെ പുത്രന്മാർ ആർത്തു വിളിക്കുകയും ഉച്ചഘോഷം മുഴക്കുകയും ചെയ്തപ്പോൾ ജനം എന്തു ചെയ്തു? ഉടനെ ജനം അത്യുന്നതനായ ദൈവത്തെ, സർവശക്തനായ കർത്താവിനെ ആരാധിക്കുന്നതിന് സാഷ്ടാംഗം വീണു. ആരാണ് കർത്താവിനെ ശ്രുതിമധുരമായി സ്തുതിച്ചു പാടിയത്? ഗായകർ. എപ്പോൾ വരെ ജനം കാരുണ്യവാനും അത്യുന്നതനുമായ കർത്താവിൻ്റെ മുൻപിൽ പ്രാർത്ഥിച്ചു? കർത്താവിൻ്റെ ആരാധന ക്രമപ്രകാരം പൂർത്തിയാക്കുന്നതുവരെ. എന്തിനു വേണ്ടിയാണ് ശിമയോൻ ഇറങ്ങി വന്ന് ഇസ്രായേൽ മക്കളുടെ മുൻപാകെ കൈകൾ ഉയർത്തിയത്? കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിനും അവിടുത്തെ അനുഗ്രഹം പ്രാപിക്കുന്നതിനും വേണ്ടി. എന്തിനു വേണ്ടിയാണ് ജനം വീണ്ടും കുമ്പിട്ടത്? അത്യുന്നതൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ. പൂരിപ്പിക്കുക. അവിടുന്ന് നമ്മുടെ മേൽ ഡാഷ് വർഷിക്കുകയും ഡാഷ് നമ്മെ രക്ഷിക്കുകയും ചെയ്യട്ടെ. കാരുണ്യം. ഈ നാളുകളിൽ 2 ജനതകൾ നിമിത്തം ഞാൻ ക്ലേശിക്കുന്നു. മൂന്നാമത്തേത് ജനതയെ അല്ല. ഏതു ജനതകളെയാണ് പ്രഭാഷകൻ വിവക്ഷിക്കുന്നത്? സെയിർ മലയിൽ വസിക്കുന്നവരും ഫിലിസ്ത്യരും ഷെക്കേമിലെ മൂഢജനതയും. പ്രഭാഷകൻ 50:28 പ്രകാരം ആരാണ് അനുഗ്രഹീതൻ? പ്രഭാഷക ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന ഉപദേശങ്ങളെപ്പറ്റി ചിന്തിക്കുന്നവൻ. ആര് ജ്ഞാനിയാകുമെന്നാണ് പ്രഭാഷകൻ 50:28 കാണുന്നത്? പ്രഭാഷക ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന ഉപദേശങ്ങൾ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ. എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നത് ആര്? പ്രഭാഷക ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന ഉപദേശങ്ങൾ അനുവർത്തിക്കുന്നവൻ. പ്രഭാഷക ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന ഉപദേശങ്ങൾ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നവനെ നയിക്കുന്നത് എന്ത്? കർത്താവിൻ്റെ പ്രകാശം. പ്രഭാഷകൻ 50:29 സമാനമായ വിശുദ്ധ ഗ്രന്ഥഭാഗമേത്? 1 മക്കബയർ 13:16. പ്രഭാഷകന്റെ പുസ്തകം അധ്യായം 51. എന്തിൽ നിന്നെല്ലാം കർത്താവിൻ്റെ കാരുണ്യാതിരേകവും നാമത്തിൻ്റെ മഹത്വവും തന്നെ മോചിപ്പിച്ചു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്?
തന്നെ വിഴുങ്ങാൻ പകയോടെ കാത്തിരുന്നവരിൽ നിന്ന്, തൻ്റെ ജീവനെ വേട്ടയാടിയവരുടെ കരങ്ങളിൽ നിന്ന്, താൻ സഹിച്ച നിരവധി പീഡകളിൽ നിന്ന്. എന്തിൽ നിന്നാണ് കർത്താവ് പ്രഭാഷകനെ രക്ഷിച്ചത്? താൻ കൊളുത്താതെ തനിക്ക് ചുറ്റും എരിഞ്ഞ അഗ്നിയിൽ നിന്ന്. കർത്താവ് എന്തിൽ നിന്നെല്ലാം തന്നെ മോചിപ്പിച്ചുവെന്നാണ് പ്രഭാഷകൻ 51:5-6 പറയുന്നത്. പാതാളത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന്, അശുദ്ധിയും വഞ്ചനയും നിറഞ്ഞ നാവിൽ നിന്ന്, രാജാവിനോട് ദൂഷണം പറയുന്ന അനീതി നിറഞ്ഞ നാവിൽ നിന്ന്. പൂരിപ്പിക്കുക. എല്ലാ വശത്തും നിന്ന് അവരെന്നെ വലയം ചെയ്തു. എന്നെ സഹായിക്കാൻ ആരുമുണ്ടായില്ല. ഞാൻ ചുറ്റും നോക്കി, ആരെയും കണ്ടില്ല. മനുഷ്യരുടെ സഹായത്തിനു വേണ്ടി. കർത്താവ് രക്ഷിക്കുന്നത് ആരെ? തന്നിൽ പ്രത്യാശ അർപ്പിക്കുന്നവരെ. കർത്താവ് ശത്രുകരങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നത് ആരെ? തന്നിൽ പ്രത്യാശ അർപ്പിക്കുന്നവരെ. പൂരിപ്പിക്കുക. എൻ്റെ പ്രാർത്ഥനകൾ ഉയർന്നു. മോചനത്തിനായി ഞാൻ പ്രാർത്ഥിച്ചു. ഭൂമിയിൽ നിന്ന്, മരണത്തിൽ നിന്ന്. തന്നെ ഉപേക്ഷിക്കരുതേ എന്ന് തൻ്റെ നാഥനും പിതാവുമായ കർത്താവിനോട് പ്രഭാഷകൻ കേണപേക്ഷിച്ചത് എപ്പോൾ? ക്ലേശകാലങ്ങളിൽ അഹങ്കാരിയുടെ മധ്യേ നിരാശ്രയനായി നിന്നപ്പോൾ. പൂരിപ്പിക്കുക. ഞാൻ നിരന്തരം പ്രകീർത്തിക്കും. അങ്ങേക്ക് ഞാൻ കൃതജ്ഞതാസ്തോത്രങ്ങൾ ആലപിക്കും. അവിടുന്ന് ശ്രവിച്ചു. അങ്ങയുടെ നാമം എൻ്റെ പ്രാർത്ഥന. ജ്ഞാനത്തിനു വേണ്ടി പ്രഭാഷകൻ ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചത് എപ്പോൾ? യാത്രകൾ ആരംഭിക്കുന്നതിന് മുൻപ് ചെറുപ്പത്തിൽ തന്നെ. പ്രഭാഷകൻ ജ്ഞാനത്തിനു വേണ്ടി യാചിച്ചത് എവിടെ? ദേവാലയത്തിനു മുന്നിൽ. എപ്പോൾ മുതൽ എപ്പോൾ വരെയാണ് പ്രഭാഷകന്റെ ഹൃദയം ജ്ഞാനത്തിൽ ആനന്ദിച്ചത്? മുന്തിരി പുഷ്പിക്കുന്നതു മുതൽ പഴുക്കുന്നതുവരെ. എപ്പോൾ മുതലാണ് പ്രഭാഷകൻ ജ്ഞാനത്തിൻ്റെ കാലടികളെ പിന്തുടർന്നത്? യൗവനം മുതൽ. പൂരിപ്പിക്കുക. അല്പം ശ്രദ്ധിച്ചതേയുള്ളൂ, എനിക്ക് അവളെ ലഭിച്ചു. ധാരാളം ലഭിച്ചു. പ്രബോധനങ്ങളും. ആരെ താൻ മഹത്വപ്പെടുത്തുമെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? തനിക്ക് ജ്ഞാനം നൽകിയവനെ. പൂരിപ്പിക്കുക. ജീവിക്കാൻ ഞാൻ ഉറച്ചു. ജ്ഞാനത്തിനൊത്ത്. എന്തിനു വേണ്ടിയാണ് പ്രഭാഷകൻ തീക്ഷ്ണമായി ഉത്സാഹിച്ചത്? നന്മയ്ക്കു വേണ്ടി. പ്രഭാഷകനിൽ ജ്വലിച്ചത് എന്ത്? ജ്ഞാനതൃഷ്ണ. എങ്ങനെയാണ് പ്രഭാഷകൻ പെരുമാറിയത്? നിഷ്ഠയോടെ. എന്തിനെ പ്രതിയാണ് പ്രഭാഷകൻ സ്വർഗത്തിലേക്ക് കൈകൾ ഉയർത്തി വിലപിച്ചത്? ജ്ഞാനത്തെക്കുറിച്ചുള്ള തൻ്റെ അജ്ഞതയെ പ്രതി. എങ്ങനെയാണ് പ്രഭാഷകൻ ജ്ഞാനത്തെ കണ്ടെത്തിയത്? ശുദ്ധീകരണത്തിലൂടെ. ആരംഭം മുതലേ ജ്ഞാനത്തിൽ നിന്ന് പ്രഭാഷകൻ നേടിയത് എന്ത്? അറിവ്. എന്തിലാണ് പ്രഭാഷകൻ ആവേശം പൂണ്ടത്? ജ്ഞാനത്തെ അന്വേഷിക്കുന്നതിൽ. കർത്താവ് എനിക്കൊരു നാവു നൽകി, അതുപയോഗിച്ച് ഞാൻ അവിടുത്തെ പ്രകീർത്തിക്കും. പൂരിപ്പിക്കുക. എൻ്റെ അടുക്കൽ വരട്ടെ, അവർ എൻ്റെ വസിക്കട്ടെ. അറിവ് ലഭിച്ചിട്ടില്ലാത്തവർ വിദ്യാലയത്തിൽ. പൂരിപ്പിക്കുക. ജ്ഞാനമില്ലെന്ന് പരാതി പറയുന്ന നിങ്ങൾ ശമിപ്പിക്കാത്തത് എന്തുകൊണ്ട്? ഹൃദയദാഹം. എപ്രകാരം ജ്ഞാനം നേടുവാനാണ് പ്രഭാഷകൻ 51:25 കാണുന്നത്? സൗജന്യമായി. ജ്ഞാനത്തിന്റെ നുകത്തിന് കഴുത്ത് ചായ്ച്ചു കൊടുത്ത് സ്വീകരിക്കേണ്ടത് എന്ത്? പ്രബോധനം. പൂരിപ്പിക്കുക. ഞാൻ കുറച്ചേ അധ്വാനിച്ചുള്ളൂ, എനിക്ക് ഏറെ കിട്ടി എന്ന് കാണുവിൻ. വിശ്രമം. വെള്ളി മുടക്കി വിദ്യ നേടിയാൽ കരസ്ഥമാക്കാവുന്നത് എന്ത്? ഏറെ സ്വർണം. പൂരിപ്പിക്കുക. നിങ്ങളുടെ ഹൃദയം അവിടുത്തെ ആഹ്ലാദിക്കട്ടെ. അവിടുത്തെ നിങ്ങൾ ലജ്ജിതരാകാതിരിക്കട്ടെ. കരുണയിൽ. പ്രകീർത്തിക്കുമ്പോൾ. യഥാകാലം ദൈവത്തിൽ നിന്ന് പ്രതിഫലം ലഭിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? നിശ്ചിത സമയത്തിന് മുൻപ് ജോലി പൂർത്തിയാക്കുക. പ്രഭാഷകൻ 51:1 സമാനമായ പഴയ നിയമ ഭാഗമേത്? പുറപ്പാട് 15:2. പ്രഭാഷകൻ 51:4 സമാനമായ വിശുദ്ധ ഗ്രന്ഥ ഭാഗമേത്? ജോബ് 20:26. പ്രഭാഷകൻ 51:23 സമാനമായ വിശുദ്ധ ഗ്രന്ഥ ഭാഗം ഏത്? മത്തായി 11:28.